നമസ്കാരം. ഏഷ്യ കപ്പില് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പുതിയ കാലത്ത് ക്രിക്കറ്റ് മാന്യന്മാരുടെ കളി എന്നുള്ള ആ സങ്കല്പമൊക്കെ തകർന്നു പോയിരിക്കുന്നു. ഇപ്പോ രണ്ട് ശത്രു രാജ്യങ്ങൾ അതിർത്തിയിൽ മാത്രമല്ല ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടുന്ന ഒരു പ്രവണത ഈ ഒരു സംഭവത്തോടു കൂടി ഉണ്ടായിരിക്കുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. എന്തൊക്കെ മോശം ബിഹേവിയർ. ഒരു പക്ഷേ അത് ഒരു രാജ്യത്തെ മാത്രമല്ല രണ്ട് രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വളരെ മോശം പ്രവണതയാണ്. അതായത് ക്രിക്കറ്റ് മാന്യന്മാരുടെ കളിയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് സങ്കല്പം. രണ്ട് എതിരാളികളൊന്നും പറയാൻ പറ്റില്ല. ഒരു മത്സരത്തിൽ പങ്കെടുക്കുക, അതിൽ പോരാട്ട വീര്യം കാണിച്ച് വിജയിക്കുക, അതിനുശേഷം ആശ്ലേഷിച്ച് പിരിയുക എന്നുള്ളതാണ്. അതിൽ ജാതിയില്ല, മതമില്ല, മറ്റൊരു വേർതിരിവുകളുമില്ല എന്നുള്ളതാണ് സ്പോർട്സ് എന്ന മതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. എന്തോരം മോശം അവസ്ഥയായിരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എസൻസ് ഗ്ലോബലിന്റെ തലവനായിട്ടുള്ള സി രവിചന്ദ്രന്റെ ഒരു പ്രതികരണം കേൾക്കാനിടയായി. പല വിഷയത്തിലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തോട് ഇപ്പോൾ യോജിപ്പില്ലെങ്കിലും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വളരെ കൃത്യമാണെന്ന് തോന്നി. കാര്യം നാട് കേട്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. സ്പോർട്സിന്റെ പേരിലൊക്കെ ഇമാതിരി ശത്രുതാ പ്രവണതകൾ ഗ്രൗണ്ടിൽ വെച്ച് കാട്ടുന്നുണ്ടെങ്കിൽ ഒരു കളിയുടെ എല്ലാത്തരം മാന്യതകളും മര്യാദകളും സീമകളിൽ ലംഘിച്ചുകൊണ്ട് ആ സ്പോർട്സ് ഐറ്റത്തെ തന്നെ പ്രത്യേക നാഷണലിസം അല്ലെങ്കിൽ ദേശീയതയുടെ ഭാഗമായിട്ടൊക്കെ ഉയർത്തിക്കാട്ടി അതിൽ അഭിരമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മേഖലയിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത് തെറ്റായ വഴിയിലാണെന്ന് നിസ്സംശയം പറയാം. കാര്യം ആൾക്കാരുടെ ഇടയിലെ ശത്രുതകൾ അല്ലെങ്കിൽ വിദ്വേഷങ്ങൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വേർതിരിവുകൾ ഇതിലെല്ലാത്തിനെയും ഇല്ലാതാക്കാൻ സ്പോർട്സ് എന്ന ആ സ്പിരിറ്റിന് കഴിയുമായിരുന്നു. പക്ഷേ ആ സ്പിരിറ്റിനെ പോലും ചില തീവ്ര ദേശീയവാദികളുടെ മനോഭാവങ്ങൾ നശിപ്പിക്കുന്നു എന്ന് സി രവിചന്ദ്രൻ പറയുന്നതിനോട് പൂർണ്ണമായി യോജിക്കേണ്ടി വരികയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇനിയിപ്പോ അത്രക്ക് വലിയ മുട്ടി നിൽക്കുന്ന ദേശീയ വാദമൊക്കെ ആണെങ്കിൽ കളിക്കാൻ പോവാതിരിക്കുക. അപ്പൊ പാകിസ്ഥാനുമായി കളിക്കുന്നതോടുകൂടി എന്തെങ്കിലും ഇന്ത്യക്ക് നഷ്ടപ്പെടും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഹൈപ്പർ നാഷണലിസ്റ്റിക് ജിങ്കോയിസ്റ്റിക് ലെവലിലേക്ക് പോകുന്ന ആളുകളാണ് ഇത് നയിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റും. യു ഡോണ്ട് പ്ലേ. ഒരിക്കൽ കളിക്കാൻ വന്നിട്ട് ഈ പരിപാടി ചെയ്യുന്നത് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യം. ഒരു മത്സരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യുദ്ധമല്ല, ഒരു പോരാട്ടം പോലും അല്ല, ഏറ്റുമുട്ടലല്ല. അതിനകത്ത് ഉദ്ദേശം മറ്റേയാളെ മുറിവേൽപ്പിക്കുകയെന്നോ നശിപ്പിക്കുകയെന്നൊന്നുമല്ല. മത്സരം വളരെ സർഗാത്മകമായ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മത്സരത്തിന് എപ്പോഴും ഒരു സദ്ഫലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് മികവ് പുറത്തു കൊണ്ടുവരിക, ആനന്ദം, എന്റർടൈൻമെന്റ്, ഇതൊക്കെയാണ് മത്സരം. ഈ മത്സരം എന്നുള്ളത് പോലും മനസ്സിലാക്കുന്നില്ല ആളുകൾ. പലപ്പോഴും പറയാറുണ്ട് ആരോഗ്യകരമായ മത്സരം. അത് പറയേണ്ട കാര്യമില്ല. മത്സരം എപ്പോഴും ആരോഗ്യകരമായിരിക്കും. ആരോഗ്യകരമല്ലെന്നുണ്ടെങ്കിൽ അതൊരു മത്സരമല്ല, മറിച്ച് അതൊരു യുദ്ധമോ അല്ലെങ്കിൽ പരസ്പരം നശിപ്പിക്കാനായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലോ ആണ്. ഇപ്പൊ ഈ ക്രിക്കറ്റ് കളി തന്നെ നോക്കുക. ആ കളി ഇപ്പൊ ചെസ് ആയാലും ക്രിക്കറ്റ് ആയാലും നമ്മൾ എതിരാളിയോടാണ് നമ്മൾ യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത്. അവിടെ എനിമിയല്ല. എതിരാളിയും ഒപ്പോണന്റും എനിമിയും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. എനിമിയെ നശിപ്പിക്കാനാണ്. അല്ലെങ്കിൽ പലപ്പോഴും യുദ്ധത്തിൽ എങ്ങനെയാണ് എതിർവശത്തെ നമ്മൾ പരാജയപ്പെടുത്തുന്നത്? കൊന്നുകൊണ്ടാണ്, ഹിംസിച്ചുകൊണ്ടാണ്. പക്ഷെ ഒരു കളിയിൽ ഒരു ഷെയ്ക്ക് ഹാൻഡിൽ രണ്ടുപേരും അവസാനം ജീവിച്ചിരിക്കുന്നു, അവസാനം ഒരു ജോക്ക് പറഞ്ഞ് പിരിയുന്നു. അത് ചെസ് ആയാലും ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അങ്ങനെയാണ്. അപ്പോൾ അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. യുദ്ധത്തിന്റെ അങ്ങനെയല്ല. ഒരു കളി, ഇപ്പം ക്രിക്കറ്റ് കളി തന്നെ നോക്കുക, അത് യഥാർത്ഥത്തിൽ സൗഹൃദവും ബന്ധവും ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു അവസരമാണ്. മനുഷ്യർ തമ്മിലുള്ള ഒരു ഇടപഴകലാണ്, അല്ലാതെ ഒരു പരസ്പര നശീകരണ പ്രവർത്തനമല്ല. ഇന്ത്യ ഏത് രാജ്യമായിട്ട്, അത് പാകിസ്ഥാനുമായിട്ടായാലും വിയറ്റ്നാമായിട്ടായാലും കളിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മാനവീയ തലത്തിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. ഈ ഹാൻഡ് ഷേക്ക് കൊടുക്കാതിരിക്കുക, ഒഴിവാക്കുക, പരസ്പരം നോക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വളരെ ഗതികെട്ട പരിതാപകരമായ ഒരു പ്രവർത്തനം. നേരത്തെയൊക്കെ സ്പോർട്സിലൊക്കെ സജീവമായിരുന്നത് കൊണ്ട് തന്നെ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു വല്ലായ്ക തോന്നി. കാര്യം ഇങ്ങനെയൊന്നും അല്ല ഒരു മത്സരങ്ങൾ കഴിയുമ്പോൾ താരങ്ങൾ തമ്മിൽ പ്രവർത്തിക്കേണ്ടത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ സി രവിചന്ദ്രൻ പറയുന്ന ഒരു കാര്യത്തിൽ, അതായത് നിങ്ങൾ ഈ മത്സരത്തിന് പോകേണ്ടിയിരുന്നില്ലല്ലോ, ബഹിഷ്കരിച്ചാൽ മതിയായിരുന്നല്ലോ, അതിനെന്ത് അന്തസ് ഉണ്ടായിരുന്നു? ഒരു സ്പോർട്സിനെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം മറ്റ് ഇടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് രാജ്യത്തുള്ള കളിക്കാർ ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ഇതിനെ വിലയിരുത്തേണ്ടത്? അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമ്മൾ സൂപ്പറാണെന്നും ദേശീയ വികാരം ഉൾക്കൊണ്ട് നടക്കുന്നവരുടെയൊക്കെ മനസ്സെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഗെയിമിംഗ് ഉണ്ടല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ, ആ ഗെയിമിങ്ങിലൊക്കെ മറ്റുള്ളവരെ, അതായത് ശത്രുവിനെ നിഗ്രഹിക്കുക, കൊല്ലുക എന്നൊരു ആംഗിളിലേക്ക് പോകുന്ന രീതിയിൽ ഈ ഒരു മത്സരത്തിൽ മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയില്ല, കൊന്നില്ല എന്നതിനപ്പുറം മറ്റെന്ത് സന്ദേശമാണ് ഇതിലൂടെ പുറത്തേക്ക് കൊടുക്കുന്നത്? സ്പോർട്സ് എന്ന ആശയത്തിന് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ
പരിഹരിക്കാൻ കൂടി കഴിയുന്ന ഒരു കാലഘട്ടമാണെന്ന് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. അവിടെ പോലും ശത്രുതയോടുകൂടി കാട്ടിക്കൂട്ടിയത്, അത് പാകിസ്ഥാന്റെ താരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ താരങ്ങളായിക്കോട്ടെ, കൈ കൊടുക്കാതെയൊക്കെ എന്താണ് അതിലെ ഹീറോയിസം എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ മനോഭാവം കൊണ്ട് മാത്രം അവരവർക്ക് വിലയിരുത്താൻ കഴിയുന്നത് അവരവർ സൂപ്പർ എന്ന് കരുതുകയാണ്. പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തുണ്ടായ സംഭവത്തിൽ അതിൽ പാകിസ്ഥാനിലുള്ള ഭീകരവാദികൾ ചെയ്ത പ്രവർത്തനത്തെ ആരും ന്യായീകരിച്ചിട്ടില്ല. ചെയ്തവർ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി തന്നെ ഇരുന്നു. അതിൽ ഇന്ത്യ എടുത്ത നിലപാടിനെയും എല്ലാവരും പിന്തുണച്ചതാണ്. പക്ഷേ അതിനുശേഷം ഒരു ടൂർണമെന്റിൽ കളിക്കാൻ പോവുക, പാകിസ്ഥാൻ ഉണ്ടെന്നറിയുമ്പോൾ ആ ഒരു ടൂർണമെന്റ് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നതിനോളം അന്തസ് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ക്രിക്കറ്റ് എന്ന ഗെയിം പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന സന്ദേശം കൊടുക്കുമ്പോൾ വരും കാലങ്ങളിൽ ആ സ്പോർട്സിന്റെയൊക്കെ ഭാവി എന്താകും? ആ സ്പോർട്സിൽ പോലും ഗ്രൗണ്ടിൽ പരസ്പരം ഇത്തരം വിഷയങ്ങൾ ഉയർത്തി പരസ്പരം തമ്മിലടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അതിലെ ഓരോരോ ചേഷ്ടകൾ, നേരത്തെ നമ്മൾക്കറിയാം ഈ ക്രിക്കറ്റ് മത്സരത്തിനിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്ലെഡ്ജിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അതിനപ്പുറം മത്സരം കഴിഞ്ഞാൽ ഉടനെ കൈകൊടുത്ത് പിരിയുകയും അവർ തമ്മിൽ നല്ല സൗഹൃദങ്ങൾ കീപ്പപ്പ് ചെയ്യുന്നതും കാണാമായിരുന്നു. പക്ഷേ ഇന്നിപ്പോ അതിന്റെ അവസ്ഥ പോലും വളരെ പരിതാപകരമായ നിലയിലേക്ക് ചിലർ കൊണ്ടുചെന്നെത്തിക്കുമ്പോൾ ആ മേഖല പോലും ഈ ദേശീയവാദത്തിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധഭൂമിയായി മാറുന്നു എന്നുള്ള ആശങ്ക മാത്രമാണ് ഏവരോടും പങ്കുവെക്കാനുള്ളത്. ഇങ്ങനെയൊന്നും ഒരു സ്പോർട്സിന്റെ ഇടങ്ങൾ മാറാൻ പാടില്ല എന്ന് ശക്തമായി വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് സി രവിചന്ദ്രന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ നാട്ടുകാരെ കൂടി കേൾപ്പിക്കണമെന്ന് തോന്നിയത്.